നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കാറുണ്ടല്ലേ. എന്നാൽ അന്ധമായി വിശ്വസിക്കുന്നവരെക്കാൾ ദൈവത്തിന് ഇഷ്ടം യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്നവരെയാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ദ മെത്തഡ്സ് ആൻഡ് പർപ്പസ് ഓഫ് റിലിജൻ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നാണിത്. സ്വാമി വിവേകാനന്ദന്റെ സമ്പൂർണ്ണ കൃതികളിൽ 6ാമത്തെ ഭാഗത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രസംഗത്തിൽ 17ാമത്തെ ഖണ്ഡികയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചതിനുശേഷം അഭിപ്രായം പറയുമല്ലോ. ആദ്യം ഞാൻ ആ ഭാഗം ഇംഗ്ലീഷിൽ വായിക്കാം. അതിനുശേഷം ഇതിന്റെ വിശദീകരണം മലയാളത്തിൽ പറയാം. What a mass of superstition this is! And its effect is to degrade man from his divine nature to that of brutes. Why was reason given us if we have to believe? Is it not tremendously blasphemous to believe against reason? What right have we not to use the greatest gift that God has given to us? I am sure God will pardon a man who will use his reason and cannot believe, rather than a man who believes blindly instead of using the faculties he has given him. He simply degrades his nature and goes down to the level of the beasts. എന്താണ് സ്വാമി വിവേകാനന്ദൻ ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്? ലളിതമായി വിശദീകരിക്കാം. നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ ഇവിടെ സംസാരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മനുഷ്യനിൽ ഒരുപാട് നന്മകളും ദൈവികമായ കഴിവുകളുമുണ്ട്. എന്നാൽ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ മനുഷ്യൻ തന്റെ ആ വിലപ്പെട്ട സ്വഭാവങ്ങളെല്ലാം നശിപ്പിച്ച് ചിന്താശേഷിയില്ലാത്ത വെറും മൃഗങ്ങളെപ്പോലെയായി മാറുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് കണ്ണുമടച്ച് വിശ്വസിക്കാൻ മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം നമുക്ക് ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും യുക്തിയും തന്നിരിക്കുന്നത്? ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് സ്വന്തമായി ചിന്തിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനുമുള്ള നമ്മുടെ ബുദ്ധിശക്തി. ആ ബുദ്ധി ഉപയോഗിക്കാതെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നത് ദൈവത്തോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റില്ലേ? അതെ, അതൊരു ഈശ്വരനിന്ദയാണെന്ന് വിവേകാനന്ദൻ പറയുന്നു. കാരണം ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനത്തെ നമ്മൾ വലിച്ചെറിയുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ ഭാഗത്തെ ഏറ്റവും മനോഹരമായ ആശയം ഇതാണ്. ദൈവത്തിന് കൂടുതൽ ഇഷ്ടം ആരെയാണെന്നറിയാമോ? ദൈവം തന്ന ബുദ്ധി ഒട്ടും ഉപയോഗിക്കാതെ എന്ത് അസംബന്ധവും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരാളേക്കാൾ ദൈവത്തിന് ഇഷ്ടം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരാളോടായിരിക്കും. ചിന്തിച്ചു നോക്കിയിട്ട് ഒരു കാര്യം വിശ്വസിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൂടി ദൈവം അയാളോട് ക്ഷമിക്കും. കാരണം അയാൾ തനിക്ക് കിട്ടിയ ബുദ്ധിശക്തി ഉപയോഗിക്കാൻ തയ്യാറായി എന്നതാണ്. എന്നാൽ ചിന്തിക്കാതെ വിശ്വസിക്കുന്നവർ സ്വന്തം വ്യക്തിത്വത്തെ നശിപ്പിക്കുകയും മൃഗങ്ങളുടെ നിലവാരത്തിലേക്ക് താഴുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരോട് ദൈവം ക്ഷമിക്കുകയില്ലെന്ന് സ്വാമി വിവേകാനന്ദന് നല്ല ഉറപ്പുണ്ട്.